അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, കേരള നദുവത്തുൽ മുജാഹിദീൻ ഡിസംബർ 27 മുതൽ 30 അടങ്ങുന്ന തീയതികളിൽ കോഴിക്കോട് സലഫി നഗറിൽ സംഘടിപ്പിക്കുന്ന നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രോജ്വലമായ പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പ് ഡോക്ടർ എ അബ്ദുൽ മജീദ് സ്വലാഹി പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളും പ്രവർത്തികളുമെല്ലാം ചെയ്തുകൊണ്ട് മാനവിക സമൂഹത്തിൻ്റെ ഇസ്ലാമിക പ്രചാരണമായി പ്രബോധകരും ദായിമാരും ലോകമെമ്പാടും ഓടി നടക്കുന്നതും നമുക്കറിയാം. എന്നാൽ അവരെ ഉന്മൂലനം ചെയ്യാനും ഉച്ചാടനം ചെയ്യാനും നിരാകരിക്കാനും തള്ളിക്കളയാനുമുള്ള ഹീനമായ ശ്രമങ്ങളും എമ്പാടും നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദി വ്യൂ ഫോറം ഓൺ റിലീജിയൻ പബ്ലിക് ലൈഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏകദേശം 157 കോടിയിലധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്നുണ്ട് എന്നതാണ്. ഇത്രത്തോളം മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധിവസിക്കുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിലേക്ക് ഇന്നും ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും അന്വേഷിക്കാനും ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനുമായി ഒരുപാട് ആളുകൾ ഇന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും സ്ഥിതിവിശേഷങ്ങളുമാണ് ഉളവായിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെയും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ലോകത്തെ എക്കാലഘട്ടങ്ങളിലും മുജദ്ദിദുകൾ കടന്നു വന്നിട്ടുണ്ട്. ലോകം എവിടെയൊക്കെ തിന്മയിലേക്ക് കടന്നു പോകുന്നുവോ അവിടെയെല്ലാം പരിഷ്കർത്താക്കൾ കടന്നു വന്നുകൊണ്ട് നവോത്ഥാന നായകന്മാരായിക്കൊണ്ട് വലിയ പങ്കുവഹിച്ചതായി ചരിത്രങ്ങളിലൂടെയും ചരിത്രാധ്യാപനങ്ങളിലൂടെയുമെല്ലാം വായിച്ചവരും പഠിച്ചവരുമാണ് നാം. നമുക്കറിയാമല്ലോ, ലോകത്തെ ഏതൊക്കെ തരത്തിലുള്ള തിന്മകൾ കടന്നു വന്നുവോ ആ സമയങ്ങളിലെല്ലാം തിന്മയെ ഉന്മൂലനം ചെയ്യാനും ഉച്ചാടനം ചെയ്യാനും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അത്യാചാരങ്ങൾക്കെതിരെയും ശക്തമായി പടപൊരുതിയ എത്രയോ നവോത്ഥാന നായകന്മാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മുതൽ വായിച്ചെടുക്കുന്ന യാഥാർത്ഥ്യങ്ങളാണത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മകൻ കൂടെയുണ്ടായിരുന്നില്ല. ലൂത്ത് നബി അലൈഹിസ്സലാം ഭാര്യയും മകനും കൂടെയുണ്ടായിരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്കും രമ്യഹർമ്മങ്ങളിലേക്കും മണിമേടകളിലേക്കും സോപാനങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രോജ്വലമായ സന്ദേശം പഠിപ്പിച്ചു കൊടുത്ത ചരിത്രം നമ്മൾ വായിച്ചവരാണ്. എന്തിനേറെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കത്തിജ്വലിക്കുന്ന തീജ്വാലകളെ മുന്നിൽ സാക്ഷി നിർത്തിയിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി കടന്നുപോയ ചരിത്രവും നമുക്കറിയാം. അങ്ങനെ ചരിത്രത്തിന്റെ ഓരോ ദിക്കുകളിലൂടെ പ്രവാചകന്മാരുടെ നവോത്ഥാന ചരിത്രങ്ങൾ നമ്മൾ വായിച്ചവരും കേട്ടവരുമാണ്. അവരെല്ലാം നിർവഹിച്ച ഏറ്റവും മഹത്തായ സന്ദേശം അഫ്ളലു മാ ഖുൽതു അന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ വചനം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിക്കൊണ്ട് മറ്റാരുമില്ല എന്ന സന്ദേശമാകുന്നു. അതാരാണ് പറയുന്നത്? ലോകത്തിന്റെ കാരുണ്യമായിക്കൊണ്ട് കടന്നു വന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സ്ഥൈര്യവും അയ്യൂബ് നബിയുടെ ക്ഷമയും യൂനുസ് നബിയുടെ പശ്ചാത്താപ മനസ്ഥിതിയും അതേപ്രകാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ത്യാഗ മനസ്ഥിതിയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആർദ്രതയും ഉൾത്തിരിഞ്ഞ സൂര്യനേക്കാൾ ശൂന്യമയും ചന്ദ്രനേക്കാൾ ശോഭയും നക്ഷത്രത്തെക്കാൾ തിളക്കവുമുള്ള അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ പുനരുദ്ധാരകനായിക്കൊണ്ടും കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരാവിഷ്കാരകനായിക്കൊണ്ടും ജോലി ചെയ്തു കഴിഞ്ഞാൽ വേലക്കാരന് ശമ്പളം അവന്റെ വിയർപ്പേറ്റുന്നതിന് മുമ്പ് നൽകണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹിതമായ സന്ദേശത്തിലേക്ക് മാനവ സമൂഹത്തെ ക്ഷണിക്കുകയാണ്. പ്രവാചകന് കല്ലേറുകളും ബഹിഷ്കരണങ്ങളും താണ്ഡവങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കീർണതകളും ഏൽക്കേണ്ടി വന്നു. സഹിച്ചും ക്ഷമിച്ചും പൊറുത്തും പ്രവാചകൻ നിലകൊള്ളുകയാണ്. പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ശഅബ് അബി ത്വാലിബിൽ 3 വർഷക്കാലം പട്ടിണിയും
പരിവട്ടവുമായി ജീവിച്ചിരുന്ന നാളുകൾ. പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ ത്വായിഫിൽ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, ഉഹദിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, പ്രവാചകൻ നടക്കുന്ന വഴികളിൽ മുഴുവനും കല്ലുകളും മുള്ളുകളും ദുർഘടങ്ങളും സൃഷ്ടിക്കുകയും പ്രവാചകനെ ഉച്ചാരണം ചെയ്യാനായിക്കൊണ്ട്, പ്രവാചകനെ നശിപ്പിക്കാനായിക്കൊണ്ട്, ആദർശത്തെ തകർക്കാൻ വേണ്ടിക്കൊണ്ട് അക്കാലഘട്ടങ്ങളിൽ തന്നെ ഹീനമായ ശ്രമങ്ങൾ നടമാടി. എന്നാൽ പ്രവാചകൻ അനുചരന്മാർ ഓടി നടന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പ്രവാചകൻ സന്ദേശം ഉൾക്കൊണ്ട പ്രവാചകന്റെ അനുയായികൾ ഓടി നടക്കുകയാണ്. ആരൊക്കെയാണ്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് നവോത്ഥാന നായകനായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുകയാണ്. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മുഈറ ഈ ആദർശം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ അനുചരന്മാർ ഓരോരുത്തരും ഖാലിദ് ബിൻ വലീദ് റോമാ സാമ്രാജ്യത്തെ കയറി ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുകയാണ്. അവരെല്ലാം നിർവഹിച്ച മഹാദൗത്യം, ആ ദൗത്യത്തിന്റെ പരിണിത ഫലമായിക്കൊണ്ട് എത്യോപ്യക്കാരനായ ബിലാലും റോമക്കാരനായ സുഹൈബും പേർഷ്യക്കാരനായ സൽമാനും മക്കക്കാരനായ അബൂബക്കറും മദീനക്കാരനായ സഅദ് ബിൻ അബീ വഖാസും പള്ളിയിൽ തോളോട് തോൾ ചേർന്നുകൊണ്ട് പണക്കാരനെന്നോ ദരിദ്രനെന്നോ പട്ടിണിപ്പാവമെന്നോ വ്യത്യാസമില്ലാതെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹമുണ്ടല്ലോ, അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഐക്യമുണ്ടല്ലോ, അവർ മുസ്ലിം സമുദായത്തിന്റെ മാനവരാശിയുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി ഓടി നടക്കുകയായിരുന്നു. പ്രയാസങ്ങൾ അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. അബ്ദുല്ലാഹിബ്നു ഹുദാഫ എന്ന പ്രവാചകന്റെ അനുചരനെ തീപ്പൊള്ളുന്ന ഏറ്റവും രീതിയിലുള്ള മാരകമായ ശിക്ഷ നൽകിക്കൊണ്ട് ശിക്ഷിക്കുമ്പോൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനും പറയാനുണ്ടായിരുന്നത് അല്ലാഹു അഹദ് എന്ന വചനമായിരുന്നു. പ്രവാചകന്റെ അനുചരന്മാർ ഓരോരുത്തരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഖബ്ബാബും യാസറും സുമയ്യയും അനുഭവിച്ചിരുന്ന പീഡനങ്ങൾക്ക് യാതൊരുങ്ങൾക്ക് അറുതിയില്ല. മർദ്ദനങ്ങളും പ്രയാസങ്ങളും താണ്ഡവങ്ങളും വന്നപ്പോഴും അവര് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നവോത്ഥാന നായകന്മാരായിക്കൊണ്ട് അവർ നിർവഹിച്ച മഹാദൗത്യം, ആ ദൗത്യം പിൽക്കാലഘട്ടങ്ങളിൽ ഓരോരുത്തരായിക്കൊണ്ട് ഏറ്റെടുക്കുകയാണ്. സഹാബികൾ കാലശേഷം താബികൾ ഏറ്റെടുത്തു, താബികൾ ഏറ്റെടുത്തു. പ്രവാചകന്റെ കാലഘട്ടങ്ങൾക്ക് ശേഷം കടന്നു വന്ന അശ്ശൈഖുൽ ഇമാമുൽ ഹാഫിദ് അബൂ അബ്ദുല്ലാഹ് മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം അൽ-മുഈറത്തുൽ ബുഖാരി എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, അസ്ഹുൽ കുതുബു ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥമാണ്. ആ ഇമാം ബുഖാരിയും മുസ്ലിമും തുർമുദിയും നസായിയും ഇബ്നു മാജയും അബൂ ദാവൂദും ഹാക്കിമും ബൈഹഖിയും ഇമാം സുന്ന അഹ്മദ് ബിൻ അംർ അശ്ശൈബാനി, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അൽ കൂഫി ഇവരെല്ലാം നിർവഹിച്ച മഹാദൗത്യമുണ്ടല്ലോ. ആ ദൗത്യം ഇങ്ങനെ കാലങ്ങളോളം കഴിഞ്ഞുപോയി. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നിർവഹിക്കുകയാണ്. അതേപ്രകാരം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നിർവഹിക്കുകയാണ്. ജമാലുദ്ദീൻ അഫ്ഗാനി നിർവഹിക്കുകയാണ്. ഷാഹു വലിയുല്ലാഹി ദഹ്ലവി നിർവഹിക്കുകയാണ്. കേരളത്തിന്റെ ഓരോ ചരിത്രങ്ങൾ വായിച്ചെടുക്കുന്നിടത്ത് കാണാം, അതേപോലെ ഇന്ത്യയുടെ ചരിത്രങ്ങൾ വായിച്ചെടുക്കുന്നിടത്ത് കാണാം. അവിടെയെല്ലാം നിർവഹിക്കപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത്യാചാരങ്ങളും കൂടുകൂട്ടുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിന്റെ പ്രചാരകനായിക്കൊണ്ട് ലോകത്തിന്റെയും കേരളത്തിന്റെയും ഒക്കെ ദിക്കുകളിലൂടെയും ദിശകളിലെയും ഓടി നടന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായിക്കൊണ്ട് ഈ നവോത്ഥാന നായകന്മാർ ഓടി നടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാനും ആ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് ശരീരം അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല, സമ്പത്ത് പ്രശ്നമുണ്ടായിരുന്നില്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന ഇന്ന് ഏറ്റവും അധികം ചരിത്രങ്ങളിൽ വായിക്കപ്പെടുന്ന മഹാനുഭാവൻ, ആ മഹാന്റെ ചരിത്രങ്ങൾ ചരിത്രത്താളുകളിൽ നീക്കം ചെയ്യാനും തങ്കലിപികൾ ആലേഖനം ചെയ്യേണ്ടതിന് പകരം ആ ചരിത്രങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള ചരിത്രത്തിന്റെ കൂലിയെഴുത്തുകാരുടെ ഹീനമായ ശ്രമങ്ങളെ മുസ്ലിം സമുദായം തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ കെ മൗലവി സാഹിബ്, ഈ മൊയ്ദ് മൗലവി സാഹിബ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അങ്ങനെ കടന്നു വന്നാൽ പറപ്പൂർ അബ്ദുറഹ്മാൻ ഹാദിയും വെട്ടം അബ്ദുള്ള ഹാദിയും മുഹമ്മദ് അമാനി മൗലവി സാഹിബും ഈ മൊയ്ദ് മൗലവിയും അതേപോലെ പി കെ മൂസ മൗലവിയും എടവണ്ണ അലവി മൗലവിയും ചരിത്രം അങ്ങനെ കടന്നു വന്നാൽ ഇന്നും ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന മഹാനായ പണ്ഡിതൻ വരെയും നീണ്ടു നിൽക്കുന്ന ചരിത്രമുണ്ടല്ലോ. ആ ചരിത്രത്തിന്റെ മുന്നിൽ ഒരുപാട് വിയർപ്പുകളുടെ, ചോര തുളുമ്പുന്ന വേദനകളുടെ, പ്രയാസങ്ങളുടെ, കണ്ണുനീരിന്റെ, ദുരിതങ്ങളുടെ, കഷ്ടതകളുടെ, വേദനകളുടെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. മറക്കരുത് മുസ്ലിം സമുദായം, ചരിത്രം ആരൊക്കെ നിഷേധിച്ചാലും ആരൊക്കെ ആ ചരിത്രത്തെ ഉച്ചാരണം ചെയ്യാൻ ശ്രമിച്ചാലും മുസ്ലിം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഭീകരവാദവും വിധ്വംസ പ്രവർത്തനങ്ങളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമയങ്ങളിൽ പോലും ലോകത്തിന്റെ ചെച്നിയയിലും ബോസ്നിയയിലും ഫലസ്തീനിലും ഇറാനിലും ഇറാഖിലും താലിബാനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിൽ തന്നെയും ബോംബെയും ഗുജറാത്തും ദില്ലിയും അഹമ്മദാബാദും
ദീവണ്ടിയും വാരണാസിയും ബഗൽപൂരും മുറാദാബാദും ജംഷഡ്പൂരും ആലിദയും ഗോദ്രയും മീറത്തും എന്തിന് കേരളത്തിൽ തന്നെ മാറാടും പുന്നാടും നാദാപുരവും കണ്ണൂരും ഒക്കെ ഈ തീവ്രവാദം എന്ന സമയത്ത് പോലും മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാർ ശക്തമായി അതിനെതിരെ പ്രതികരിച്ചു. മുസ്ലിം സമുദായത്തിന്റെ സ്വഭാവങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും തിന്മകൾ കൂടുകൂട്ടുമ്പോൾ അവരെ മുഴുവനും തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. മദ്രസ പ്രസ്ഥാനമുണ്ടാക്കി, സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഉന്നമനം നൽകി, അറബിക് കോളേജുകൾ സ്ഥാപിച്ചു. ഇന്നും കാണുന്ന എടവണ്ണ ജാമിയ നദിയെ പോലെ, പുളിക്കൽ മദീനത്തുൽ ഉലൂം പോലെ, പുളിക്കൽ ജാമിയ സലഫി പോലെ, സുല്ലമുസ്സലാം അറബിക് കോളേജ് പോലെ, ഫാറൂഖ് കോളേജ് പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾ നൂലാമാലകളിലും അതുപോലെ തന്നെ മാലകളിലും റാത്തീബുകളിലും കുത്രാത്തീബിലും കടന്നിരുന്ന സമുദായത്തെ മുഴുവനും തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്, വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അള്ളാഹു ശാന്തിയുടെ ഗേയത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മുസ്ലിമീൻ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്തഹ് ബിമാ തുഅമർ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആ ക്ഷണത്തെ പോലെ തന്നെ ഫസ്തഹ്, ഞാനത് പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്ന നവോത്ഥാന നായകന്മാരുടെ ചരിത്രങ്ങൾ വായിക്കാനും പഠിക്കാനും ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് കേരളക്കരയിലുണ്ട്. വായിക്കണം നമ്മൾ, പഠിക്കണം നമ്മൾ. എന്താണ് ഇവിടെ നടന്ന നവോത്ഥാനം എന്നതും നവോത്ഥാന സംരംഭങ്ങൾ എന്നതും മുസ്ലിം സമുദായത്തിന്റെ പുരോഗമനത്തിന്, മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന്, മുസ്ലിം സമുദായത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നാനോന്മുഖമായ മുസ്ലിം സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ നവോത്ഥാന നായകന്മാർ നിർവഹിച്ച മഹാ ദൗത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് മുസ്ലിം സമുദായത്തിന്റെ നന്മകൾ ഒരിക്കൽ കൂടി ഓർക്കാൻ വേണ്ടിയാണ് ഈ പ്രമേയത്തെ ചർച്ചയാക്കിയിട്ട് കേരളം മുഴുവനും, കേരളത്തിന്റെ മുഖ്യമൂലാന്തരങ്ങളിൽ മുഴുവനും ഈ തൗഹീദിന്റെ സഞ്ചാരത്തിൽ ഒന്നാമതായി തൗഹീദ് പറയുകയും പിന്നീട് ഓരോന്നായിക്കൊണ്ട് അന്ധവിശ്വാസങ്ങൾ മുഴുവനും തുളച്ചു നീക്കിയിട്ട് വിശുദ്ധ ഖുർആനിലേക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅയിലേക്കും ക്ഷണിക്കുകയാണ്. ഹദീസ് പഠിപ്പിച്ചു, ഹദീസിന്റെ ഓരോ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ സ്ഥാപിച്ചു, മുഴുവൻ നന്മകളും പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളും നന്മകളും ഇസ്ലാം സമുദായത്തിനും മുസ്ലിം സമുദായത്തിന് പ്രദാനം ചെയ്തവരാണ് മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന നായകന്മാരായിക്കൊണ്ട് ഇന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ നായകന്മാരും നേതാക്കന്മാരും പണ്ഡിതന്മാരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി ഏത് സമയത്തും അവരുടെ നാമങ്ങൾ, ചരിത്രങ്ങൾ ആരെങ്കിലും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഇരുട്ടിന്റെ ദുശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓരോരുത്തരും പ്രയത്നിക്കണമെന്ന് പറഞ്ഞ് ദീർഘമായ ചർച്ചയ്ക്ക് വേണ്ടി ഇനി ശേഷം ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയം നിങ്ങളോട് ആസ്പദമാക്കിയിട്ട് സംസാരിക്കാനുണ്ട്. കൂടുതലായി ഒന്നും നിങ്ങളോട് ഉണർത്തുന്നില്ല. ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായിക്കൊണ്ട് ഓരോരുത്തരും പാടുപെട്ട് പണിയെടുത്തുകൊണ്ട് ദഅവാ രംഗങ്ങളിൽ സജീവമായിക്കൊണ്ട് ഈ ആദർശം എത്താത്ത ഒരാൾ പോലും ഈ UAE ഉണ്ടാവാൻ പാടില്ല. UAE മുഖ്യമൂലാന്തരങ്ങളിൽ, ഓഫീസുകളിലും റൂമുകളിലും അതുപോലെ തന്നെ നമ്മുടേതായ കളിക്കൂട്ടുകാരോടും സ്നേഹിതന്മാരോടും മുഴുവൻ ആളുകളോടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയപ്പെടുത്തിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ പഠിപ്പിച്ചുകൊണ്ട് മാനവിക സമുദായത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ കഴിയണം. അതല്ലാതെ തിന്നും കുടിച്ചും ഭോഗിച്ചും ഉല്ലസിച്ചും രസിച്ചും രമിച്ചും കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. തിരിച്ചറിവുകൾ വേണം, വേർതിരിച്ചറിയാനുള്ള കഴിവുകൾ നമുക്കുണ്ടാവണം, വിവേചന ശക്തി നമുക്കുണ്ടാവണം. ആ നന്മയിലേക്ക് ഓരോരുത്തരും കടന്നു വരാനും നന്മയിലേക്ക് ക്ഷണിക്കാനും കഴിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.